ക്യാൻസർ. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു ഭയമുണ്ടാകും. കാരണം അത് ക്യാൻസർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിക്കഴിയും. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് സക്സസ് വളരെ താഴേക്ക് പോകും. എങ്ങനെ നമുക്ക് നമ്മുടെ ശരീരം ക്യാൻസർ ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു എന്ന് നോക്കാം. ഇതുപോലുള്ള ഹെൽത്ത് ടിപ്സിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായിട്ടുള്ള ലക്ഷണം വിട്ടുമാറാത്ത ചുമ. പനി, ജലദോഷം എന്നിവ ഇല്ലാതെ തന്നെയുള്ള ചുമ, കഫം, കഫത്തിൽ രക്തം എന്നിവയാണ്. അടുത്തത് ശരീരത്തിൽ കഴലകൾ പ്രത്യക്ഷപ്പെടുക. ഈ കഴലകളിൽ വേദന ഉണ്ടാവുക. ഇങ്ങനെ വരുന്ന കഴലകൾ വീർത്തു വരുന്നതും ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ സ്ത്രീകളിൽ കണ്ടുവരുന്ന സ്തനാർബുദമാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ സ്തനങ്ങളിൽ ചെറിയ മുഴകൾ കണ്ടുവരുന്നത്, അതുകൂടാതെ സ്തനത്തിൻ്റെ ഞെട്ടുകളിലുള്ള കല്ലിപ്പ്, കൂടാതെ സ്രവങ്ങളിൽ രക്തം വരിക, സ്തനങ്ങളിലെ തൊലി ഉരിഞ്ഞിളകുക, കൂടെ ചൊറിച്ചിൽ, മുലക്കണ്ണ് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുക എന്നിവയൊക്കെയാണ്. അടുത്ത ലക്ഷണം ശരീരത്തിൻ്റെ ഭാരം കുറയലാണ്. പ്രമേഹം, സാധാരണ വ്യായാമങ്ങൾ, ആഹാര നിയന്ത്രണം എന്നിവ ഇല്ലാതെ തന്നെ ശരീരത്തിൻ്റെ ഭാരം നന്നായി കുറയുന്നത് അർബുദത്തിൻ്റെ ഒരു ലക്ഷണമാണ്. കൂടാതെ അമിത ക്ഷീണവും അനുഭവപ്പെടാം. ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം ക്യാൻസർ കോശങ്ങൾ വളരുന്നതിനായി നമ്മുടെ ശരീരത്തിലെ ഊർജം വലിച്ചെടുക്കുന്നത് കൊണ്ടാണ്. പിന്നെ വിട്ടുമാറാത്ത പനി, ജലദോഷം, ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പനി വരിക, രാത്രി പനി കൂടുക, ഉഷ്ണം എന്നിവ മറ്റൊരു കാരണമാണ്. അടുത്ത ലക്ഷണം ഏതെങ്കിലും ശരീരഭാഗത്ത് വിട്ടുമാറാത്ത വേദനയാണ്. പെയിൻ കില്ലർ യൂസ് ചെയ്താലും വേദന വീണ്ടും വരിക, രാത്രി വേദന കൂടുതലായി അനുഭവപ്പെടുക എന്നിവയാണ് കാരണം. ക്യാൻസർ ബാധിച്ച ഭാഗത്തിന് അടുത്തുള്ള നാഡികളെ ബാധിക്കുമ്പോൾ വേദന കണ്ടുവരാറുണ്ട്. കൂടാതെ ക്യാൻസർ കോശങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു തുടങ്ങുന്ന സ്റ്റേജിലും ഇങ്ങനെ വേദന കണ്ടുവരുന്നു. അടുത്തത് സ്കിന്നിൽ മറുകുകൾ കാണപ്പെടുക എന്നതാണ്. ആ മറുകുകൾ വലുതാകുകയും കട്ടി കൂടി വരുന്നതായി തോന്നുകയോ അതിൽ നിന്ന് നീര്, രക്തം എന്നിവ കാണപ്പെടുന്നതും മറ്റൊരു ലക്ഷണമാണ്. അടുത്തത് വിശപ്പില്ലായ്മ, അരിസസ് ഒന്നും ഇല്ലാതെ തന്നെ മലത്തിൽ രക്തം, മലം ഡാർക്ക് കളറിൽ പോവുക എന്നിവ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ പറഞ്ഞതൊക്കെ തന്നെ വെറും ലക്ഷണങ്ങൾ മാത്രമാണ്. നമുക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയാൽ മനസ്സിൽ വച്ച് ടെൻഷൻ അടിക്കാതെ നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ഹെൽത്തി ബോഡി, ഹെൽത്തി മൈൻഡ്.